പത്തനംതിട്ട അടൂരിൽ LDF സ്ഥാനാർത്ഥിയായി CPI-യിലെ പ്രിജി കണ്ണനെ CPI സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രിജി കണ്ണൻ CPI-യുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല, പക്ഷേ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. അതെ, ഔദ്യോഗികമായി മുന്നണി പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥാനാർത്ഥിത്വം. പക്ഷേ പാർട്ടി സംസ്ഥാന കൗൺസിലിലെ തീരുമാനപ്രകാരമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അടൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം എന്താണ് ഒരു അഡ്വാൻറ്റേജ് LDF-ന്? അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ മണ്ഡലത്തിൽ അടൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധി സഖാവ് ചിറ്റയം ഗോപകുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. ഇവിടെ നടത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും ഇത് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വന്നിട്ടുള്ളത്. 3 തവണ ചിറ്റയം ഗോപകുമാർ വിജയിച്ചൊരു മണ്ഡലം കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു UDF-ഉം LDF-ഉം തമ്മിൽ. ഇക്കുറി എങ്ങനെയാണ്? ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ ആയിരിക്കുമോ? നമ്മൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടി നേതൃത്വമെല്ലാം ഉണ്ട്. അപ്പം തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞതുപോലെ ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ശേഷം മുന്നണിയുമായി ആലോചിച്ച് മറ്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. നല്ല 100% വിജയപ്രതീക്ഷയോട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പ്രവർത്തന മണ്ഡലം അല്ല എന്നുള്ളത് അറിയാം അടൂര്, പക്ഷേ എങ്കിൽ പോലും ആ ഒരു പ്രതിബന്ധത്തെ എങ്ങനെ മറികടക്കും? പ്രവർത്തന മണ്ഡലം കൊല്ലം ജില്ലയാണ്, കൊല്ലം സ്വദേശിയാണെങ്കിലും ഇവിടെ AISF-ൻ്റെ, അതായത് വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ട് AISF-ൻ്റെ സംസ്ഥാന സഹഭാരവാഹിയായിരുന്ന സമയത്ത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഇവിടെ അപരിചിതത്വമൊന്നുമില്ല. ഇവിടെ തന്നെ വന്ന് ഇവിടെ അടൂരുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ടുമൊക്കെ പല പ്രാവശ്യങ്ങളായി വന്ന പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപരിചിതത്വമൊന്നുമില്ല. ഇപ്പോൾ UDF-ൻ്റെ ഭാഗത്തു നിന്നൊരു വിമർശനം കഴിഞ്ഞ ദിവസം തന്നെ വന്നത് ഈ പേര് സംബന്ധിച്ചാണ്. അങ്ങനെ ഒരു വിവാദത്തിലേക്ക് പോകാനുള്ള കാര്യം എന്താണ്? അത് തീർച്ചയായിട്ടും ഞാൻ വിവാഹം കഴിച്ചത് കഴിഞ്ഞ 3 വർഷമാണ് ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടായിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് കണ്ണൻ ഇവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വെക്കണം എന്നുള്ള എൻ്റെ വ്യക്തിപരമായ തീരുമാനത്തിൻ്റെ പേരിൽ ഞാൻ പ്രിജി കണ്ണൻ എന്നുള്ള തരത്തിലേക്ക് പേര് മാറ്റിയതാണ്. അതിനകത്ത് വലിയ വിവാദത്തിൻ്റെ ആവശ്യമില്ല. അതൊരു സാധാരണമായി സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. വിവാഹത്തിന് ശേഷം പേര് സ്വീകരിച്ചു എന്ന് മാത്രം. LDF ഒറ്റക്കെട്ടായിരിക്കുമോ മണ്ഡലത്തിൽ? തീർച്ചയായും മറ്റു കാര്യങ്ങളൊക്കെ പാർട്ടി സർക്കിളുണ്ട്. എങ്ങനെയാണ് LDF ഒറ്റക്കെട്ട് തന്നെ ആയിരിക്കുമോ മണ്ഡലത്തിൽ? ഒറ്റക്കെട്ടാണ്. പിന്നെ ഈ പേരിൻ്റെ കാര്യത്തിൽ വിവാഹത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. കാര്യം വിവാഹം കഴിച്ചാൽ ഭാര്യയുടെ പേരിൻ്റെ കൂടെ ഭർത്താവിൻ്റെ പേരല്ല പിന്നെ ആരുടെ പേരായിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായ അഡ്വാൻറ്റേജ്, ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി തന്നെ പിന്നെ എതിർ പാർട്ടിക്കാർ പ്രചരിപ്പിച്ച് ഞങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കി തന്നത്. അത് നന്ദിയുണ്ട്. LDF ഒറ്റക്കെട്ട് തന്നെയാണ്. ഒറ്റക്കെട്ടായിട്ടാണ് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി ഇവിടെ വന്ന് കഴിഞ്ഞ് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും പന്തളം ഓഫീസിലും അടക്കം പോയിരുന്നു. വലിയ സ്വീകരണം എന്നുവെച്ചാൽ രാജീവ് അടക്കമുള്ള CPM ജില്ലാ നേതൃത്വം തന്നെ അടൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാണ്. ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും ആദ്യം തെരഞ്ഞെടുക്കപ്പെടുന്ന മണ്ഡലമായി അടൂര് മാറും. അതാണ് അവിടെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മുന്നണിക്കകത്ത് ഒരു പ്രശ്നവുമില്ല. പാർട്ടി ഒറ്റക്കെട്ടായി, മുന്നണി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിൻ്റെ നേരിട്ട് വിജയം നേടിയെടുക്കും. CPI സംസ്ഥാന നേതൃത്വം പത്തനംതിട്ട അടൂർ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രിജി കണ്ണനെ തീരുമാനിച്ച ശേഷം സ്ഥാനാർത്ഥി നേരിട്ട് പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസ്, CPI-യുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചു. LDF ഒറ്റക്കെട്ടാണ് എന്ന് തന്നെയാണ് CPI ജില്ലാ നേതൃത്വവും ഒപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രിജി കണ്ണനും വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.